നമസ്കാരം. ഞാൻ ഷിജോ പോൾ. കഴിഞ്ഞ ദിവസം പതിവ് പോലെ കട്ടപ്പന ഇടുക്കിക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വേറൊന്നുമല്ല, ഏലക്ക വിളവെടുപ്പിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വളരെ രസകരമായ കുറച്ച് കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഏലത്തോട്ടം എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ പകർത്താൻ പറ്റിയ നല്ല ഒന്നാന്തരം ഭംഗിയുള്ള ഒരിടമാണ്. പച്ച പൊതിച്ച് നിൽക്കുന്ന മലനിരകളുണ്ട്. പുകമഞ്ഞ് പോലെ പെയ്യുന്ന മഴ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ സംഗതി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴേക്കുമാണ് സംഗതി മാറുക. പ്രത്യേകിച്ച് എന്നെപ്പോലെ നാട്ടിൽ നിന്ന് മാറി പഠിച്ച് പെട്ടെന്നൊരു ദിവസം തോട്ടത്തിൽ പണിക്കിറങ്ങിയവരുടെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഭേദം. ഒന്നാമത് നല്ല കുത്തനെ കിടക്കുന്ന മലഞ്ചെരിവുകളാണ്. അതായത് എൻ്റെ തോട്ടത്തിൻ്റെ നടുക്ക് ഒരു കുളം പോലെയാണ്. കുളത്തിൻ്റെ ആകൃതി എങ്ങനെയാണോ അതുപോലെ ഒരു ആകൃതിയിലാണ് എൻ്റെ തോട്ടത്തിൻ്റെ ഒരു ഭാഗം കിടക്കുന്നത്. അതിൻ്റെ അകത്ത് പോരാത്തതിന് കട്ട മഴയും. ആ ചെളിയിലൂടെ തോട്ടത്തിലേക്ക് ഒരു 10-20 മീറ്റർ നടക്കുമ്പോഴേക്കും ചുരുങ്ങിയത് ഒരു 5 വട്ടമെങ്കിലും തലയിൽ കുത്തി മറിഞ്ഞ് വീണിട്ടുണ്ടാവും. ഈ റോളർ കോസ്റ്റർ റൈഡൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ അതിൻ്റെ അടുത്തൊന്നും ഇതൊന്നുമല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്ര രസകരമായ വീഴ്ചകൾ വീഴാം. ഇനി ഈ മഴയത്തും ചെളിയത്തും വീഴാതെ തട്ടിമുട്ടി നടന്ന് ഏലക്കായ എടുക്കാൻ നിന്നാലോ, അപ്പോഴാണ് യഥാർത്ഥ പരീക്ഷണം. ഓരോ കായ പറിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് പുറത്തുള്ളവർ കാണുന്നില്ലല്ലോ ദൈവമേ എന്ന് തോന്നിപ്പോവും. എന്നാലും ഈ വീഴ്ചകൾക്കും ചെളി പറ്റിയ വസ്ത്രങ്ങൾക്കും ഇടയിൽ ഒരു ചെറിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ഈ മണ്ണും പണിയും തരുന്ന ആ ഒരു കടുപ്പമുള്ള അനുഭവമുണ്ടല്ലോ, അത് വെറുമൊരു ജോലിയല്ല, നമ്മളാക്കി മാറ്റുന്ന ഒന്നാണ്. എത്ര വീണാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ പഠിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം ഏലത്തോട്ടത്തിലെ റിയൽ ലൈഫ് അനുഭവങ്ങളാണിത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഞാൻ ഫോട്ടോ പോലും ഇട്ടിട്ടില്ല. കാര്യം ചെയ്യാൻ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് തിരിച്ച് റിവേഴ്സും ചെയ്യാൻ പറ്റുന്നില്ല. ഈ തലയും കുത്തി വീഴുന്ന കണക്കുകൾക്ക് എണ്ണവുമില്ല. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ഫോട്ടോ വരുന്നതാണ്, പക്ഷേ ഈ കുഴി അതില്ല കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.